ചപ്പാത്തി ചായയിൽ എങ്ങനെ ചെയ്തിട്ട് മുക്കി കഴിച്ചോ? ഇത് കഴിച്ചിട്ടുണ്ടോ? ഇല്ല, കഴിച്ചിട്ട്. അപ്പോൾ ഇപ്പം കണ്ടതാണ് പവിത്ര ചേച്ചി. ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഹെൽപ്പിനൊക്കെ വേണ്ടി വരുന്ന ചേച്ചിയാണ് കേട്ടോ. ആളുടെ വീട് നേപ്പാളിലാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് 2 ദിവസം ഫ്ലാറ്റിൽ നിൽക്കാൻ വേണ്ടി വന്നതാട്ടോ ഞാൻ. അമ്മ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് തന്നെ അല്ല. സോ ആ ഒരു കുറവ് അങ്ങോട്ട് നികത്താ വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടാണോന്ന് അറിയില്ല, ലൂയിക്ക് ഇപ്പോൾ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല എന്നെ കാണുമ്പോൾ. കുറേ തോണ്ടി വിളിച്ചിട്ടാണോ കണ്ണ് തുറന്നത് തന്നെ. പിന്നെ അടിമുടി ഒന്ന് നോക്കിയിട്ട് സൈഡിലേക്ക് നോക്കി അങ്ങോട്ട് കിടന്നു. എന്താന്ന് വെച്ചാൽ അയക്കോന്നുള്ള മട്ടില്. എല്ലാവർക്കും ചെറുങ്ങനെ നില കൂടുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്യാമിന്റെ പാസ്പോർട്ട് കൊറിയറായിട്ട് വന്നത്. കുറച്ച് ദിവസം മുന്നേ UK വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. എന്താണെന്നറിയാനുള്ള ഒരു ടെൻഷനിൽ ഇങ്ങനെ തുറക്കുകയായിരുന്നു. പിന്നെ ഉറപ്പല്ലേ കിട്ടി. ഇത് കിട്ടിയില്ലെങ്കിൽ ഒന്ന് നെഞ്ചത്തടിച്ച് കരയണ കാണായിരുന്നു. രാത്രി ചപ്പാത്തി ഉണ്ടാക്കാൻ നിൽക്കുമായിരുന്നു അമ്മ. അപ്പോഴാണ് ഈ ചേച്ചി പറഞ്ഞത് ഇന്നാ ഞാൻ ഉണ്ടാക്കി തരാന്ന്. സ്പീഡില് പരത്തലും ചുടലൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ നോക്കുമ്പോ അതാ ഫുൽക്ക ചപ്പാത്തി പരസ്യത്തിൽ കാണുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വരുന്നു. ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആ സ്റ്റൗവിൽ ഒട്ടിപ്പിടിക്കലാട്ടോ. അങ്ങനെയാണ് ആ ചപ്പാത്തി ചായയിൽ മുക്കി കഴിച്ചോളാൻ പറഞ്ഞത്. ഏതായാലും ശ്യാമ ചായ കുടിക്കായിരുന്നു. അങ്ങനെ ഓൻ അതിലൊക്കെ മുക്കി കഴിച്ചു. സംഭവം രസമുണ്ട് എന്നൊക്കെ പറയുണ്ടായി.